بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഏറ്റവും പ്രിയം നിറഞ്ഞ മുഅ്മിനുകളെ, സൂറത്തു നൂറിലെ 27-28 ആയത്തുകളിലാണ് നമ്മുടെ ചർച്ചയുള്ളത്. അതിൽ ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏതൊക്കെ മര്യാദകൾ പാലിക്കണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ 3 വട്ടം സമ്മതം ചോദിക്കണം, സമ്മതം കിട്ടിയാൽ കയറണം, അല്ലെങ്കിൽ തിരിച്ചു പോരണം എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് നമുക്ക് പറയാനുള്ളത്, സമ്മതം ചോദിക്കുന്നവർ വാതിലിന് നേരെ നിൽക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാതിലിന് നേരെ നിൽക്കുമായിരുന്നില്ല. വലതുഭാഗത്തോ ഇടതുഭാഗത്തോ തെറ്റി നിൽക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നു. അന്നഹു യംബഗി ലിൽ മുസ്തഇദിനി അലാ അഹ്ലിൽ മൻസിലി അല്ലാ യഖിഫ തിൽഖാ അൽ ബാബി ബിവജ്ഹിഹി വലാകിൻ ലയകുനിൽ ബാബു അലാ യമീനിഹി ഔ യസാരിഹി. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ തെറ്റിയിട്ട് നിൽക്കണം. ഇപ്പൊ നമുക്ക് സൗകര്യമാണ്, കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഒന്ന് മാറി നിന്നാൽ മതി. അപ്പോൾ അവർ വാതിൽ തുറക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കാണും. അവർ സമ്മതം തന്നാൽ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സമ്മതം ചോദിക്കാൻ ചെന്നവർ വാതിലിന്റെയോ ജനലിന്റെയോ പഴുതിൽ കൂടി അകത്തേക്ക് നോക്കരുതെന്ന് നമ്മൾ പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ വാതിലിന് അഭിമുഖമായി നിന്നുകൊണ്ട് ഒരാൾ സമ്മതം ചോദിച്ചു. അവിടുന്ന് അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇങ്ങനെയോ അങ്ങനെയോ എന്ന് പറഞ്ഞാൽ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ മാറി നിൽക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സമ്മതം ചോദിക്കുന്നത് നോട്ടത്തിന്റെ കാരണത്താലാണ്. സമ്മതം ചോദിക്കുന്നത് നോട്ടത്തിന്റെ കാരണത്താലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദ്യകാലത്തൊന്നും വീടിന്റെ മുമ്പിൽ വിരികളോ കർട്ടനുകളോ ഉണ്ടായിരുന്നില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ ബാബ ഖൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സമൂഹത്തിന്റെ വാതിലിന്റെ അടുക്കൽ ചെന്നാൽ ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖാഇ വജ്ഹിഹി, നബി നേരെ മുമ്പിൽ നിൽക്കൂല, വലാകിൻ മിൻ റുക്നിഹിൽ ഐമനി അവിൽ ഐസരി, ഒന്നിരിക്കൽ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മാറി നിൽക്കും. വയഖൂലു അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വദാലിക അന്ന ദുവറ ലം യകുൻ അലൈഹാ യൗമഇദിൻ സുതൂർ. ആ കാലഘട്ടത്തിൽ വിരികൾ ഇല്ലാതിരുന്നു എന്ന് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നു. സമ്മതം കൂടാതെ ഒരാൾ നോക്കിയാൽ നമ്മൾ അവന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും എറിഞ്ഞ് കണ്ണു പൊട്ടിയാൽ പോലും അതിന് നമ്മൾ ഉത്തരവാദിയല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലൗ അന്നംറഅൻ ഇത്തല അലൈക ബിഗൈരി ഇദ്നിൻ ഫഹദഫ്തുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ അന്നംറഅൻ ഇത്തല അലൈക ബിഗൈരി ഇദ്നിൻ, നിന്റെ സമ്മതം കൂടാതെ ഒരാൾ നിന്റെ വീട്ടിലേക്ക് എത്തി നോക്കിയാൽ ഫഹദഫ്തഹു, നീ അവനെ എറിഞ്ഞു, ബിഹസാത്തിൻ, എന്തുകൊണ്ട്, ഒരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ, ഫഖഅത, നീ അവന്റെ കണ്ണു പൊട്ടിക്കുകയും ചെയ്താൽ, മാ കാന അലൈക മിൻ ജുനാഹ്, നിനക്കൊരു കുഴപ്പവുമില്ല എന്ന്
അള്ളാന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം, സമ്മതം ചോദിക്കുന്നവർ വാതിലിന് നേരെ നിൽക്കാൻ പാടില്ല. ഇനി 3, ആരാണ് എന്ന് ചോദിച്ചാൽ ഞാനാണ് എന്ന് മറുപടി പറയാൻ പാടില്ല. അത് വളരെ വെറുപ്പുള്ള ഒരു വിഷയമാണ്. ഞാനാണ് എന്ന് മറുപടി ഒരിക്കലും പറയാൻ പാടില്ല. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അടുക്കൽ ഞാൻ ചെന്നു. എന്തിനു വേണ്ടി? ഫീ ദൈനിൻ കാന അലാ അബീ, എന്റെ ഉപ്പയുടെ ഒരു കടത്തിന്റെ കാര്യം പറയാൻ വേണ്ടി. ഫദഖഖതുൽ ബാബ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽ ഞാൻ മുട്ടി. ഫഖാല, നബി ചോദിച്ചു, മൻദാ, ആരാണത്? ഖുൽതു, ഞാൻ പറഞ്ഞു, അന ഞാനാണ്. അപ്പോൾ നബി ചോദിച്ചു, അന കഅന്നഹു കരിഹഹു, ഞാൻ ആരാണ് ഈ ഞാൻ? വെറുപ്പോടുകൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറുപടി പറഞ്ഞു. അപ്പോ ആരാണെന്ന് ചോദിച്ചാൽ ഈ ചോദിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന പേര് പറയണമെന്നാണ് 3ാമത്തെ മര്യാദ. ഇനി 4ാമത്തതോ, സലാം ചൊല്ലാതെ അനുവാദം ചോദിക്കരുത്. ആദ്യം സലാം ചൊല്ലണം, പിന്നീടാണ് അനുവാദം ചോദിക്കേണ്ടത്. ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലായിരുന്നു. അയാള് ചോദിച്ചു, ഞാൻ അകത്ത് കടക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സേവകനെ പറഞ്ഞു വിട്ടുകൊണ്ട് പറഞ്ഞു, നീ അയാളുടെ അടുത്ത് ചെന്ന് സമ്മതം ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് അസ്സലാമു അലൈക്കും അദ്ഖുലൂ എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ സേവകൻ അയാൾ അപ്രകാരം പഠിപ്പിക്കുകയും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു. സമ്മതം ചോദിക്കുന്ന വാക്ക് സൗമ്യതയോടും ഇണക്കത്തോടും കൂടിയായിരിക്കണമെന്ന് ഹത്താ തസ്തഇനിസൂ എന്ന ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഇനിസൂ, നിങ്ങൾ വീട്ടുകാരോട് അനുവാദം ചോദിക്കുകയും അവർക്ക് സലാം പറയുകയും ചെയ്യുന്നത് വരെ എന്ന് ഖുർആൻ പ്രയോഗിച്ചു. അപ്പൊ അത് സൗമ്യതയോടും ഇണക്കത്തോടും കൂടെയായിരിക്കണം എന്ന് അതിൽ നിന്ന് മനസ്സിലായി. ഇനി ഒരാളുടെ വീട്ടിൽ മാതാവും സഹോദരിമാരും മാത്രമാണുള്ളതെങ്കിൽ പോലും അവരോട് സമ്മതം ചോദിക്കണം. നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഉമ്മയും പെങ്ങന്മാരുമാണുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലൈക്കും മൻ തസ്തഇദിനു അലാ ഉമ്മഹാതികും വ അഖവാതികും, സ്വന്തം മാതാക്കളോടും സഹോദരിമാരോടും നിങ്ങൾ അനുവാദം ചോദിക്കണം. സ്വന്തം വീടുകളിൽ പോലും അസമയത്തോ യാത്ര കഴിഞ്ഞു വരുമ്പോഴോ ഒരു മുന്നറിയിപ്പും നൽകാതെ പെട്ടെന്ന് ചെന്ന് വാതിൽ മുട്ടുകയോ അകത്ത് കടക്കുകയോ ചെയ്യരുത് എന്ന് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവേശനത്തിന് അനുമതി ചോദിക്കുന്നത് ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഒരു അൻസ്വാരി സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ചിലപ്പോൾ പിതാവോ മക്കളോ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ഞാൻ വീട്ടിലായിരിക്കാറുണ്ട്. തത്സമയം എന്റെ ബന്ധുക്കളിൽപ്പെട്ട പുരുഷൻ മുന്നറിയിപ്പ് കൂടാതെ വീട്ടിൽ കടന്നു വരുന്നു. ഞാൻ എന്തു ചെയ്യണം നബിയെ? അപ്പോഴാണ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും എന്ന് പറയുന്ന 27ാമത്തെ ആയത്ത് അവതരിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വല്ല ആവശ്യത്തിനും പുറത്തുപോയി മടങ്ങി വരുമ്പോൾ വീടിന്റെ വാതിൽക്കലെത്തിയാൽ തൊണ്ടയനക്കുകയും അല്ലെങ്കിൽ തുപ്പുകയും ചെയ്യാറുണ്ടായിരുന്നു.
ഇഷ്ടപ്പെടാത്ത വല്ലതും വീട്ടുകാരിൽ നിന്ന് കാണാനിടവരരുതെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നതെന്നും തന്റെ സഹധർമ്മിണി സൈനബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. 1, 3 വട്ടം സമ്മതം ചോദിക്കണം. 2, സമ്മതം ചോദിക്കുന്നവർ വാതിലിന് നേരെ നിൽക്കാൻ പാടില്ല. 3, ആരാണെന്ന് ചോദിച്ചാൽ പേര് പറയണം. സലാം ചൊല്ലാതെ അനുവാദം ചോദിക്കുകയും ചെയ്യരുത്. ഇങ്ങനത്തെ മസ്അലകളാണ് നമ്മൾ പറഞ്ഞത്. ഇത് പ്രാവർത്തികമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.